തുറന്നു സംസാരിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിലെ വഴക്ക് തീർക്കാൻ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ആശങ്കകളും നിങ്ങളുടെ പങ്കാളിയുമായി പങ്കുവയ്ക്കുന്നത് വഴക്ക് മാറ്റാൻ സഹായിക്കും. നിങ്ങളുടെ പങ്കാളി സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. അവർ സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കാനും അവർക്ക് പറയാനുള്ളത് മനസ്സിലാക്കാനും ശ്രമിക്കണം. നിങ്ങളുടെ പങ്കാളിയുടെ കാഴ്ചപ്പാടിനോട് നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ പോലും അവരുടെ വികാരങ്ങളോട് സഹാനുഭൂതി കാണിക്കുന്നത് വഴക്കുകൾ മാറ്റാൻ സഹായിക്കും. അവരുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും പൂർണ്ണമായും പങ്കാളിയുടെ മേൽ ആരോപിക്കരുത്. നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും പങ്കാളിയെ കുറ്റപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത് വഴക്കുകൾ പരിഹരിക്കാൻ ഫലപ്രദമാണ്. സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ പൊതുവായി പറയാനും അവരെ കുറ്റപ്പെടുത്താനും ശ്രമിക്കരുത്. അതിനു പകരം നിങ്ങളുടെ വികാരങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. വഴക്കുകൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ വഴക്കിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മുമ്പുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് ഉള്ള മറ്റ് പരാതികളോ ഒന്നും തന്നെ ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വഴക്കുകൾ കുറയുന്നില്ല, കൂടുകയാണെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ഒരിടവേള എടുക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഇടവേള എടുക്കുന്നത് സഹായിക്കും. നിങ്ങളുടെ ബന്ധത്തിനുള്ളിൽ തന്നെ പെരുമാറ്റത്തിന് വ്യക്തമായ അതിരുകളും പ്രതീക്ഷകളും ഉണ്ടായിരിക്കണം. കൂടാതെ പരസ്പരം അതിരുകൾ ബഹുമാനിക്കുന്നതും അവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കുന്നതും വഴക്കുകൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുന്നത് വളരെ നല്ലതാണ്. ഇത് കൃത്യമായി പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും നിങ്ങളെ സഹായിക്കും.